സ്വർഗ്ഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരമുള്ളവനെ, ശക്തിയുള്ളവനെ, കർത്താവാം യേശു ക്രിസ്തുവേ, കർത്താവാം യേശു ക്രിസ്തുവേ. അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം രാജാവ്, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം രാജാവ്, അങ്ങ് മാത്രം അത്യുന്നതൻ, അങ്ങ് മാത്രം ഏകരക്ഷകൻ, അങ്ങ് മാത്രം അത്യുന്നതൻ, അങ്ങ് മാത്രം ഏകരക്ഷകൻ. അങ്ങേ വാഴ്ത്തുന്നു, സ്തുതി പാടുന്നു, തിരുനാമമുയർത്തുന്നു. അങ്ങേ വാഴ്ത്തുന്നു, സ്തുതി പാടുന്നു, തിരുനാമമുയർത്തുന്നു. എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ മഹത്വവും അങ്ങേക്ക്, എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ മഹത്വവും അങ്ങേക്ക്, എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ മഹത്വവും അങ്ങേക്ക്. അങ്ങേ വാഴ്ത്തുന്നു, സ്തുതി പാടുന്നു, തിരുനാമമുയർത്തുന്നു. അങ്ങേ വാഴ്ത്തുന്നു, സ്തുതി പാടുന്നു, തിരുനാമമുയർത്തുന്നു. എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ മഹത്വവും അങ്ങേക്ക്, എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ മഹത്വവും അങ്ങേക്ക്, എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ മഹത്വവും അങ്ങേക്ക്, എല്ലാ സ്തുതിയും അങ്ങേക്ക്, എല്ലാ മഹത്വവും അങ്ങേക്ക്. അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം രാജാവ്, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം രാജാവ്, അങ്ങ് മാത്രം അത്യുന്നതൻ, അങ്ങ് മാത്രം ഏകരക്ഷകൻ, അങ്ങ് മാത്രം അത്യുന്നതൻ, അങ്ങ് മാത്രം ഏകരക്ഷകൻ. അങ്ങേ വാഴ്ത്തുന്നു, സ്തുതി പാടുന്നു, തിരുനാമമുയർത്തുന്നു. അങ്ങേ വാഴ്ത്തുന്നു, സ്തുതി പാടുന്നു, തിരുനാമമുയർത്തുന്നു. അങ്ങേ വാഴ്ത്തുന്നു, സ്തുതി പാടുന്നു, തിരുനാമമുയർത്തുന്നു. സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരമുള്ള ശക്തിയുള്ള കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ എല്ലാ നാരിക ശക്തികളും കെട്ടപ്പെടട്ടെ, ബന്ധിക്കപ്പെടട്ടെ. എല്ലാ ആധിപത്യങ്ങളും പ്രബുദ്ധങ്ങളും കീഴടങ്ങട്ടെ. എല്ലാ ശക്തികളും യേശു നാമത്തിൽ മുട്ടും മടങ്ങട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും എല്ലാവരും യേശു നാമത്തിൽ മുട്ടുകളും മുടങ്ങട്ടെ. യേശു ക്രിസ്തു കർത്താവാണെന്ന് എല്ലാ അതിരും ഏറ്റുപറഞ്ഞ് പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ. എല്ലാ തലമുറകളും കീഴടങ്ങട്ടെ. എല്ലാ അശുദ്ധാത്മാക്കളും മുട്ടും മുടങ്ങട്ടെ. എല്ലാ പിശാചുകൾ കീഴടങ്ങട്ടെ. I bind you in the name of Jesus Christ of Nazareth. I bind you devil. I bind you demons. I bind you every disease spirit. I bind you serpents and scorpion. I command you all to surrender in the name of Jesus Christ of Nazareth. Hallelujah, glory. Hallelujah, glory. കർത്താവ് പറഞ്ഞു, കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു,
അത് എവിടെ നിന്ന് വന്നു പോകുന്നോ എവിടേക്ക് പോകുന്നോ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന യവനും. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. റൂഹാ എന്ന കാറ്റ് വീശട്ടെ, കാറ്റ് വീശട്ടെ, കാറ്റ് വീശട്ടെ, റൂഹാ എന്ന കാറ്റ് വീശട്ടെ. ഇനി നാം ചിന്തിക്കേണ്ട കാര്യം, നിയമത്തിൽ ലംഘനമാണ് പാപമെന്ന് മനസ്സിലായി. ഈ നിയമം ലംഘിച്ചത് ആരാണ്? ഇപ്പം നമുക്ക് ശാപങ്ങളുണ്ട്. ഈ ശാപങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ആര് മൂലമാണ് കടന്നു വന്നത്? ആര് മൂലമാണ്? നമ്മുടെ പിതാക്കന്മാർ ചെയ്തു പോലെ, നമ്മുടെ കാരണന്മാർ, അപ്പനും അമ്മ, വല്യപ്പൻ വല്യമ്മ, അങ്ങ് പുറകോട്ട് തലമുറകൾ, അതാണ് പിതാക്കന്മാരെന്ന് പറയുക. അവർ ചെയ്തു പോയ പാപമാണ് നമുക്ക് ശാപമായിട്ട് മാറിയത്. ഈ ശാപത്തിൽ നിന്നും എനിക്ക് രക്ഷ വേണമെങ്കിൽ അതിനുള്ള മാർഗമാണ് ഈ ശാപത്തിന് കാരണക്കാരായ, ഈ പാപത്തിന് കാരണക്കാരായ എൻ്റെ പിതാക്കന്മാരെ ഓർത്ത് അവർക്ക് വേണ്ടി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുക. അവർ പാപം ചെയ്തു പോയി, അവർ മരിക്കുകയും ചെയ്തു. ഇന്ന് അവർക്കൊന്നും രക്ഷപ്പെടാൻ നിവൃത്തിയില്ല. അവർക്ക് പ്രാർത്ഥിക്കാൻ വഴിയില്ല. അവർ അടിമകളായിരിക്കാം, ബന്ധനസ്ഥരായിരിക്കാം. പക്ഷെ ഞാനിന്ന് സ്വതന്ത്രനാണ്. ഞാൻ ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണ്. ഞാൻ ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവം എന്നെ വഴി നടത്തുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ അവസരമുണ്ട്. കുമ്പസാരിക്കാൻ കുദാശകളുണ്ട്. കുർബാന സ്വീകരിക്കാം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം, ധ്യാനങ്ങൾ കൂടാം. നമ്മളെ വിശുദ്ധീകരിക്കാൻ നമുക്ക് ഒത്തിരിയേറെ വഴികളുണ്ട് നമ്മളെ വിശുദ്ധീകരിക്കാനായിട്ട്. ആവശ്യത്തിനും പ്രാവശ്യമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ പിതാക്കന്മാർ പാപം ചെയ്തു പോയി. അവർ ചെയ്തു പോയ പാപത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് എൻ്റെ മേൽ ശാപം കിടക്കുകയാണ്, ബന്ധനങ്ങൾ കിടക്കുകയാണ്. ഈ ബന്ധനത്തിനെ കെട്ടഴിക്കണമെങ്കിൽ ഞാൻ തിരിച്ചറിയുകയാണ്, ഇതിൻ്റെ കാരണക്കാരെ ഞാൻ രക്ഷിക്കണം, എൻ്റെ ഉത്തരവാദികളെ കണ്ടെത്തണം, ഞാൻ അവരെ രക്ഷ കൊടുക്കണം. അവർ രക്ഷപ്പെട്ടാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതൊരു സത്യമാണ്. അത് മാറ്റാൻ ലോകത്തിൽ ആരെ കൊണ്ടും പറ്റില്ല. നിന്റെ പിതാക്കന്മാരെ നീ രക്ഷിക്കണം, നീ പ്രാർത്ഥിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ. അവർ ചെയ്ത പാപത്തിൻ്റെ അളവനുസരിച്ച് അവർ ചെയ്തു പോയ പാപം മക്കളെ ആക്രമിക്കും. ഈശോ പറഞ്ഞ വചനം യോഹന്നാൻ 19 കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. കള്ളൻ പിശാചാണ്, ചതിയനായ പിശാച്. അവൻ മോഷ്ടിക്കുന്ന ലോകത്തിൻ്റെ സ്വർണ്ണമോ സമ്പത്തോ അല്ല, ദൈവത്തിൻ്റെ മക്കളെ അവൻ മോഷ്ടിക്കുക. എങ്ങനെ മോഷ്ടിക്കുന്നത്? മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുക, പാപത്തിൻ്റെ പ്രലോഭനം കൊടുക്കുകയാണ്, പാപത്തിൽ വീഴിക്കുകയാണ് മനുഷ്യനെ. അങ്ങനെ പാപത്തിൽ വീഴുന്നവനെ അവൻ മോഷ്ടിക്കുന്നു. അവൻ മോശമാണ് പിശാച്. മോഷ്ടിക്കുന്നവനെ 2 അവൻ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് മുറിച്ചു കളയുകയാണ്. ആത്മീയമായി കൊല്ലുകയാണ്, ശരീരമായിട്ടല്ല, ആത്മീയമായി കൊന്നുകഴിഞ്ഞു. ദൈവമുള്ള എല്ലാ ബന്ധവും നഷ്ടപ്പെട്ടു. പിന്നെ ഇവൻ്റെ ആധിപത്യം, പിശാചിൻ്റെ ആധിപത്യമാണ് ഈ മനുഷ്യൻ്റെ മേൽ. എല്ലാ പാപത്തിലും വീഴിച്ച് അവനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും എല്ലാം. 3ാമതായിട്ട് ചെയ്യുകയാണ്, അവൻ നശിപ്പിക്കുന്നവനാണ്. The വിനാശകൻ, he is the destroyer. He is destroying everything. അവൻ എല്ലാവരെയും എല്ലാം നശിപ്പിക്കുന്നവനാണ് പിശാച്, വിനാശകനാണ്. ദൈവത്തിൻ്റെ മനുഷ്യരെ പാപത്തിലൂടെ മോഷ്ടിച്ച് കൊന്നു നശിപ്പിക്കുന്നതാണ് പിശാച്. വ്യക്തിയെ നശിപ്പിക്കുന്നു. അപകട മരണങ്ങൾ, ആത്മഹത്യ, കുടുംബ തകർച്ചകൾ, സാമ്പത്തിക തകർച്ച എല്ലാം ഉണ്ടാക്കും പിശാച്. അവൻ നശിപ്പിക്കുന്നതാണ്. ഇന്ന് രോഗങ്ങളായിട്ട്, വന്ധ്യതയായിട്ട്, മഹാമാരികളായിട്ട് ഞെരുക്കപ്പെടുകയാണ് മക്കൾ, കൊച്ചുമക്കളും. മനുഷ്യ രോഗങ്ങളും എണ്ണിയാൽ തീരാത്ത രോഗങ്ങളാണ്. എത്രയോ മനുഷ്യ ഈ തലമുറയിൽ, കൊച്ചുകുട്ടികൾ വരെ തലച്ചോറ് സംബന്ധമായ രോഗം, തലയിലെ നാഡീ ഞരമ്പുകൾക്ക് രോഗം, ഓപ്പറേഷനാണ്, മാരകമായ രോഗമാണ്, അല്ലെങ്കിൽ തലച്ചോറിൽ ട്യൂമറാണ്. എത്രയോ പേര് ആശുപത്രിയിൽ ഓപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നത്? എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്? എത്രയോ കുഞ്ഞുങ്ങൾ, എന്തുകൊണ്ടായി കുഞ്ഞുങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നത്? 10-12 വയസ്സ് പ്രായമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ, അവർ പോലും മാരകമായ രോഗത്തിൻ്റെ അടിമകളാണ്. ഓക്സിജനെ കൊടുത്ത് മാസ്കും ഇട്ട് ഹോസ്പിറ്റലിൽ ശരീരം മുഴുവനും സൂചി കുത്തി കയറി കിടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, എന്തുകൊണ്ട് അവർ സഹിക്കണം? നിങ്ങൾ മനുഷ്യൻ പറയും, ഓ ദൈവം ക്രൂരനാണ്, ദൈവം എന്തുകൊണ്ടാണ് രക്ഷിക്കാത്തത്? ദൈവം എങ്ങനെ രക്ഷിക്കും? ദൈവത്തെ വെറുത്തുപോയ പിതാക്കന്മാർ, തള്ളിപ്പറഞ്ഞു പോയ പിതാക്കന്മാർ അവരുടെ മക്കളാണെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ കുറ്റപ്പെടുത്താൻ ഒരു കാര്യവുമില്ല. കർത്താവിൻ്റെ വാഗ്ദാനമുണ്ട് ജെറമ്യാ 29:11 നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതി അല്ലാതെ. എഴുതി വെച്ചു. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിൻ്റെ പദ്ധതിയല്ല, നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാശത്തിൻ്റെ പദ്ധതിയല്ല, നിങ്ങളുടെ മക്കളുടെ നാശത്തിൻ്റെ പദ്ധതിയല്ല, നിങ്ങളുടെ സമ്പത്തിൻ്റെ നാശത്തിൻ്റെ പദ്ധതിയല്ല.
അങ്ങനെ പദ്ധതി ദൈവത്തിനില്ല. മറിച്ച് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് ജീവിക്കുന്ന കർത്താവിന്റെ പദ്ധതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ അവിശ്വസത, മനുഷ്യന്റെ അനുസരണക്കേടാണ് ഇത് നാശങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ചതിയനായ പിശാച് മോഷ്ടിച്ച് മക്കളെ കട്ടെടുത്ത് മോട്ടിച്ച് അവരെ അടിമപ്പെടുത്തി പാപം ചെയ്യിപ്പിച്ച് കൊന്നു നശിപ്പിച്ച് ദുഷ്ടപിശാചിന്റെ ചതിക്കുഴിപ്പെട്ടു പോയ മനുഷ്യർ മൂലമാണ് ഇന്ന് കുടുംബങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദുരിതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവ ഉത്തരവാദിയല്ല അതിന്. അവിടുത്തെ സഹായന തൻ്റെ പ്രിയപ്പെട്ട മക്കളെ കൊള്ളയടിച്ചു കൊണ്ടുപോയി പ്രകാരം പീഡിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ണീരൊഴുക്കുന്നൊരു ദൈവമുണ്ട്, വേദനിക്കുന്നൊരു അപ്പനുണ്ട്. നമുക്ക് നിസ്സഹനായിട്ട് നിൽക്കുകയാണ്. തൻ്റെ പുരോഗമന മക്കളെയാണ് സാത്താനിട്ട് ഇത്രമാത്രം പീഡിപ്പിക്കുന്നത്. അദ്ദേഹം ചുമ്മാ നിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? തൻ്റെ പ്രിയപ്പെട്ട മക്കളെ രക്ഷിക്കാൻ വേണ്ടി സ്വപുത്രനെ പോലും ഈ ഭൂമിയിലേക്ക് അയച്ച് ആ പുത്രന്റെ ജീവൻ അർപ്പിച്ച് നമ്മളെ നേടുവാൻ വേണ്ടി രക്തം ബലിയായിട്ട് തന്നു, കീറി മുറിക്കപ്പെട്ടു. എല്ലാം നമുക്കായി വിട്ടു തന്ന ദൈവം, ആ ദൈവം വെറുതെ നിൽക്കുമോ? ഒരിക്കലുമില്ല. മനുഷ്യന്റെ അവിശ്വസതയാണ്. ദൈവത്തിൽ തിരിച്ചു വരണം. പാപത്തിന്റെ ശക്തിയിൽ നമ്മൾ വിടുതൽ പ്രാപിക്കണം. നമ്മളെ ഇന്ന് ഭരിക്കുകയാണ് ഇങ്ങനെയുള്ള ശാപങ്ങൾ, വിട്ടുമാറാത്ത മാനസിക രോഗങ്ങൾ. എത്ര കുടുംബങ്ങളാണ് മാനസിക രോഗങ്ങളും ഞെരുക്കുന്നത്. ഞാൻ മറക്കാത്തൊരു കുടുംബം, കോതമംഗലത്ത് അപ്പനമ്മ 3 മക്കള്, 3 പേര് മാനസിക രോഗികളാണ്. മക്കൾ വളർന്നു, എല്ലാം 10-20 വയസ്സ് പ്രായമായി കഴിഞ്ഞപ്പോഴേക്കും ബോധമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കെടുത്ത് ആക്രമിക്കുകയാണ്. മുറി അടച്ചിട്ടാലും ഭയങ്കര ബഹളം. ഒടുവിൽ 3 മക്കളെ കൊണ്ട് എവിടെയെങ്കിലും മാനസിക രോഗ കേന്ദ്രത്തിലാക്കണം. ഈ അപ്പൻ എന്ത് ചെയ്തു? തൻ്റെ വസ്തുവെല്ലാം വിറ്റു. എന്നിട്ട് കൊണ്ട് പണം മുഴുവൻ വീതം വെച്ച് 3 പേരെ 3 സ്ഥലത്താക്കി മനോരോഗ ഭരണം വരെയും വരെ നോക്കാൻ വേണ്ടി കാശ് കൊടുത്ത് ഏൽപ്പിച്ചു വെച്ചു. ഈ അപ്പനും അമ്മയും കൂടി ഇന്ന് വാടക വീട്ടിൽ താമസിക്കുക. തകർന്ന് തരിപ്പടമായ കുടുംബങ്ങൾ. എന്തുകൊണ്ട് സംഭവിക്കുന്നു? മനുഷ്യൻ വരുത്തി വെച്ച വിനാശം തിരിച്ചറിയണം. കഴിഞ്ഞ തലമുറ ഇതെല്ലാം ചെയ്തു കൂട്ടിയെങ്കിൽ ഇന്ന് തലമുറ രക്ഷയുടെ കവാടം യേശു തുറന്നു തന്നിരിക്കുകയാണ്. നമ്മൾ വിശദീകരിക്കപ്പെട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ദൈവം രക്ഷിക്കാൻ തയ്യാറാണ്. കർത്താവിൻ്റെ വാഗ്ദാനമുണ്ട്, രക്ഷിക്കാൻ തയ്യാറാണ്. ഇത് നമ്മൾ രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, അവിലാപങ്ങൾ 5:7 തിരുവചനം ഓർക്കാം. പിതാക്കന്മാർ പാപം ചെയ്തു, അവർ മരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ അകൃത്യങ്ങൾ വഹിക്കുന്നു, അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു, ഞങ്ങൾ രക്ഷിക്കാൻ ആരുമില്ല അവരുടെ കയ്യിൽ നിന്ന്. ആ വലിയ നിലവിളി ഇന്ന് നമ്മൾ രക്ഷിക്കുവാൻ കർത്താവ് ദൈവമുണ്ട്. നമ്മൾ വിടുവിക്കാൻ യേശുക്രിസ്തുവിനെ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിശുദ്ധമായിട്ട് ജീവിക്കണം. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കണം. പാപത്തെ ഉപേക്ഷിക്കണം. നമ്മൾ പാപം ചെയ്യരുത്. നാം സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്രകാരം ജീവിച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്റെ മക്കളെ അനുഗ്രഹിക്കും, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. നിനക്ക് നഷ്ടപ്പെട്ട പോലെല്ലാം തിരിച്ചു തരും അവിടുന്ന്. ശാപങ്ങളില്ല എന്ന് പഠിപ്പിക്കുവാൻ അനേകർ ഉപയോഗിക്കുന്ന ഒരു വചനഭാഗമാണ് എസെക്കിയേൽ 18 1 മുതൽ വചനം. ബുക്ക് ഓഫ് എസെക്കിയേൽ 18:1. കർത്താവിനോട് അരുളി ചെയ്തു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചുവെന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ എപ്പോഴും ആവർത്തിക്കുന്ന എന്തിന്? പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു. എന്താ എൻ്റെ അർത്ഥം? പിതാക്കന്മാർ പാപം ചെയ്തു, മക്കൾ അനുഭവിക്കുന്ന പറഞ്ഞ ഭാഗം ഇവിടെ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ പഴമൊഴി നിങ്ങൾ ആവർത്തിക്കുന്നത്? പുതിയ പഴമൊഴിയാണ്, അതുകൊണ്ട് ശാപങ്ങളില്ല എന്നാണ് അനേകരെ പഠിപ്പിക്കുന്നത്, വാദിക്കുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത് എന്നുകൂടി ഉത്തരമോടെ ഉണ്ട്. അതേ അധ്യായത്തിൽ 19 വചനം, പിതാവിൻ്റെ ദുഷ്ടതകൾക്കുള്ള ശിക്ഷ പുത്രൻ അനുഭവിക്കാതെ എന്ത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പുത്രൻ നിയമ അനുസൃതവും നയപ്രകാരവും വർദ്ധിക്കുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും. പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല. നീതിമാൻ തൻ്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടയുടെ ഫലവും അനുഭവിക്കും. പിതാക്കന്മാരുടെ പാപത്തിന് മക്കൾ എന്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെടാത്തത് എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഇതാണ്, പിതാവിൻ്റെ ദുഷ്ടർക്കുള്ള ശിക്ഷ പുത്രൻ അനുഭവിക്കാത്ത എന്തേ നിങ്ങൾ ചോദിച്ചേക്കാം. പുത്രൻ നിയമം അനുസൃതവും ന്യായപ്രകാരവും വർദ്ധിക്കുകയും എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ശ്രദ്ധ വയ്ക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ജീവിക്കും. ഹല്ലേലൂയ. നമ്മളിലേക്ക് ശാപങ്ങൾ വന്നിട്ടുണ്ട്. അതിനിയും മുന്നോട്ട് പോകാൻ പാടില്ല. നാളെ നമ്മുടെ മക്കളിലേക്ക് പോകാൻ പാടില്ല. എന്ത് ചെയ്യണം? പുത്രൻ
നിയമപ്രകാരം ജീവിക്കണം. എന്താ നിയമപ്രകാരം? വചനപ്രകാരം ജീവിക്കണം. ഇതാണ് സ്പിഡിസ് പഠിപ്പിക്കുന്നത്. പിതാക്കന്മാരുടെ പാപത്തിൻ്റെ ഫലങ്ങൾ വന്നുകൊണ്ടാണ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മന്ദബുദ്ധികളായിട്ട് മാറുന്നു, ഓട്ടിസം ബാധിക്കുന്നു, മനുഷ്യരോഗികളായിട്ട് മാറുന്നു, അപസ്മാരബാധിതരായിട്ട് മാറുന്നു, അനേക കുടുംബങ്ങൾ തലവാദം പിടിപിടി കിടക്കുന്നു. ഇതൊക്കെ സഹനങ്ങളാണ്. നമുക്ക് മനുഷ്യരെ പറഞ്ഞ് കളിപ്പിക്കാം. ഇതൊക്കെ സഹനമല്ലേ? പ്രാർത്ഥിച്ചതെന്ന് പറയാം. സഹനങ്ങളല്ല ഒന്നും, പൈശാചിക പീഡകളാണ്. ഒരു കുഞ്ഞ് മന്ദബുദ്ധിയായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിച്ച 10, 50, 60 വയസ്സ് വരെ ജീവിച്ച് മന്ദബുദ്ധിയായപ്പോൾ ജീവിച്ച് മരിച്ചാൽ എന്ത് സഹനമാണത്? എവിടെ ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ കാരുണ്യം അങ്ങനെയാണെങ്കിൽ? മനുഷ്യൻ ചെയ്തുകൂടി അതിക്രമത്തിൻ്റെ ഫലമാണ് ആ കുഞ്ഞ് അങ്ങനെയായി പോയത്. ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് ചില മാതാപിതാക്കന്മാർ അവരുടെ കുഞ്ഞുങ്ങൾ ഉദരത്തിൽ വെച്ച് തന്നെ ഒരു ഡോക്ടർമാർ രോഗങ്ങൾ കണ്ടുപിടിക്കുക, അബോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടും. ചില മാതാപിതാക്കന്മാർ ചില സമയങ്ങളിൽ വിളിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിനെനിക്ക് അബോർട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കുഞ്ഞിനെ തിരിച്ചു കിട്ടണം, പ്രാർത്ഥിക്കണം. അങ്ങനെ ഡോക്ടർമാർ അബോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് ശരീരത്തിലെ അവയവങ്ങളില്ലാതിരുന്ന, കിഡ്നിയില്ല, ലിവറില്ല, അല്ലെങ്കിൽ തലച്ചോറില്ല, ഇങ്ങനെയെല്ലാം ഓരോ സ്കാനിങ്ങിൽ കണ്ടെത്തിയ ഒരു സഹോദരി, കോഴിക്കോട് സ്വദേശിനിയാണ്. അവിടെ എല്ലാ ഹോസ്പിറ്റലിലും കാണിച്ചു. അവർ പറഞ്ഞു ഒരു രക്ഷയില്ല, എത്രയും പെട്ടെന്ന് അബോർട്ട് ചെയ്യണം, ഇല്ല അമ്മയ്ക്ക് അപകടമാണ്. ഈ മകൾ വിളിച്ചവർ, എൻ്റെ ബ്രദറെ എന്നെക്കൊണ്ട് ഒരിക്കലും അബോർട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്കെൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടണം, ബ്രദർ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ കുഞ്ഞ് ജീവിക്കും. ഓരോ പ്രാവശ്യവും ഓരോ മാസം സ്കാനിങ്ങിൽ പോകുമ്പോൾ എല്ലാം നെഗറ്റീവാണ്, ഓരോ അവയവങ്ങളില്ല. ഡോക്ടർമാർ പറയും പക്ഷെ ഇവളുടെ മനസ്സ് തകർന്നു പോയില്ല. ഓരോ വശം വിളിക്കും, ഫോൺ വിളിക്കും, പ്രാർത്ഥിപ്പിക്കും. ഹസ്ബൻഡ് ധ്യാനം കൂടിയിട്ടില്ല, സ്പിഡിഷുകാരല്ല. ഈ കുടുംബം ഇവിടെ മാത്രമേ ഉള്ളൂ അപേക്ഷത്തിൽ കൂടി വന്നിട്ടുള്ളത്. അവരൊക്കെ ഒത്തിരി നിർബന്ധിച്ച് നോക്കി, പക്ഷെ ഇവള് പറഞ്ഞു പാടി ചെയ്യരുത്. അവൾ ഉറച്ചു നിന്നു. അവസാനം അവളെ കുഞ്ഞിനെ പ്രസവിച്ചു, ഒരു ആൺകുഞ്ഞിനെ. ഹല്ലേലൂയ. ഇപ്പം 10 വയസ്സ് പ്രായം, 10 വയസ്സ് പ്രായം ഒരു ആൺകുഞ്ഞ്. നീ എവിടെ നിന്ന് പോകണ്ട? ഈ അങ്കമാലിയിൽ, കേരളത്തിലെ അങ്കമാലിയിൽ ഒരു ദിവസം ഒരു സഹോദരിനെ വിളിക്കും, ഹിന്ദു സഹോദരിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ബ്രദറെ എൻ്റെ മകള് ഗർഭിണിയാണ്, പക്ഷെ അവൾക്ക് എന്തോ ചിക്കൻ ബോക്സ് വരെ പിടിപെട്ടിരുന്നു. തൽഫലമായിട്ട് കുഞ്ഞിപ്പോൾ ഒത്തിരി രോഗങ്ങളോ, കുഞ്ഞിന് പ്രശ്നമാണ്. 6 മാസമായി കുഞ്ഞാണ്. ഡോക്ടർ അബോർട്ട് ചെയ്യാൻ പറഞ്ഞ് എല്ലാവരും വീട്ടിൽ നിർബന്ധിക്കുക. പക്ഷെ ആ സ്ത്രീയോട് പറയാണ്, ഞാൻ ടി വിയിൽ ബ്രദറിൻ്റെ പ്രോഗ്രാം കാണാറുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട് ബ്രദറെ യേശു സുഖപ്പെടുത്തുമെന്ന്, ബ്രദർ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു സഹോദരി ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ ഗർഭിണിയായ ആ മകൾ കൂടെ ഉണ്ടായിരുന്നു. ഈശോയുടെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, ബന്ധിച്ച് പ്രാർത്ഥിച്ചു. ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ അറിയുന്ന ഒരിക്കൽ ഈ ധ്യാന ഹോളിൽ അങ്കമാലിയിൽ നിന്ന് ഒരു ടീച്ചർ വന്നിരിക്കുകയാണ് ധ്യാനം കൂടാൻ. ആ മകളുടെ ഒരു സാക്ഷ്യം പറയുകയാണ്. ഒരു ടീച്ചർ ഹിന്ദുവാണ്, ഗർഭം ധരിച്ചപ്പോൾ ആ മകള് അവരുടെ അമ്മ ബദറിനെ വിളിച്ചു, ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിനെ യാതൊരു കുഴപ്പമില്ലാതെ കർത്താവ് സംരക്ഷിച്ചു. ആ മകൾ കുഞ്ഞിനെ പ്രസവിച്ചു. 3 വർഷമായിരുന്നു കുഞ്ഞ്. ഇപ്പോൾ പറഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം മറ്റോ. അത്ഭുതകരം. ദൈവത്തിന് പറ്റും. ദൈവത്തിൻ്റെ മക്കളാ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാ, അവരെ ദൈവമാ സുഖപ്പെടുത്തേണ്ടത്. ഡോക്ടർമാർ പറയും ഷൂട്ട് അറ്റ് സൈറ്റ്. ഈ ടെററിസ്റ്റുകളുണ്ടല്ലോ, ടെററിസ്റ്റുകൾ കണ്ടാൽ ഷൂട്ട് അറ്റ് സൈറ്റ്, വെടിവെക്കുക. ഇതാ ഡോക്ടർമാർ പറയുന്നത്. എന്ത് തിന്മയാണ് ഭാഷ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? കൊലപാതകളാക്കുകയാണ് അമ്മമാരെ, അപ്പന്മാരെ, എത്രയോ പേര്. നമ്മൾ വിശ്വസിച്ചാൽ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവമാണ് സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ചപ്പോൾ നാശകനായ പിശാച് പിതാക്കന്മാരുടെ പാപത്തിലൂടെ മാതൃഗർഭത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ ആക്രമിച്ച് കൊന്നുകളയെ, നശിപ്പിച്ച് കളയുക. ഒരു കുടുംബം ഒരിക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. എത്ര കുഞ്ഞുങ്ങളുണ്ടായാലും അബോർഷനായി പോവുകയാണ്. 6 അബോർഷനായി പോയി. 6 പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കർത്താവ് കാണിച്ചു തരുന്നു. ഇവിടെ ഗർഭത്തിൽ ഒരു കൊലയാളി, ഒരു കൊലപാതകയെ സാധാൻ, കടാരിയെ മതിൽ സാധാരണ ഒരു ഗർഭത്തിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളഞ്ഞ പിശാചാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ തലമുറയെ, ആ അശുദ്ധാത്മാവിനെ, കൊലപാതകയെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. അവർക്ക് ഇപ്പോൾ 4 മക്കളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ നമ്മുടെ ദൈവം. ലോകത്തിൻ്റെ സ്വരം കേട്ട് ലോകത്തിൻ്റെ അവസ്ഥ കേട്ട് ഓടിപ്പോകരുത് ഒരിക്കലും. അത് വലിയ നാശത്തിന് കാരണമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുക. ഒരു തിന്മയും നാശവും വരില്ല, ഒരു നാശവും വരില്ല. ഇവിടെ വചനം പറഞ്ഞു, പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കൾ ശിക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം ഇതാണ്, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ നമ്മൾ ശാപത്തിൽ നിന്ന് മോചിതരാകും. നമ്മുടെ മക്കൾ അതിലേക്ക് കടന്നു പോകില്ല. ഹല്ലേലൂയ.
നമ്മൾ പ്രാർത്ഥിക്കണം. ഇല്ല പിന്നെ ഈ വചനത്തിന് പ്രസക്തിയില്ല, ഈ പ്രഘോഷത്തിന് പ്രസക്തിയില്ല, ഇതൊക്കെ വെറുതെ പറയേണ്ടി വരും. മനുഷ്യൻ അനുഭവിക്കണം, ജീവിതത്തിൽ വില കൊടുക്കാൻ തയ്യാറാകണം. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം ദാനമായിട്ട് സൗജന്യമായിട്ട് തന്നതുകൊണ്ടാണ്. 2000 വർഷം മുമ്പ് കർത്താവ് നമുക്ക് കുരിശിൽ മരിച്ച് രക്തം ചിന്തിക്കൊണ്ടാണ്. യേശു കുരിശിൽ മരിക്കുന്നതിന് മുമ്പ് ലോകത്തിൽ ആർക്കും ആത്മാവിനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. യോഹന്നാൻ 7:39 പറയുന്നുണ്ട്, എന്നാൽ അതുവരെയും ആത്മാവ് കൊടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന്. വളരെ ചുരുക്കം പേർക്ക്, പ്രവാചകന്മാർക്ക്, വിശുദ്ധർക്ക് മാത്രം ദൈവം ആത്മാവിനെ കൊടുത്തിട്ടുള്ളൂ യേശുവിൻ്റെ കാലത്തിന് മുമ്പ്. പക്ഷെ ഇന്ന് യേശു വിശ്വസിക്കുന്നു, യേശുവിനെ സ്വീകരിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു, അവന് പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാം. ഹല്ലേലൂയ. കാരണം ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ ജീവൻ അർപ്പിച്ച് ചിന്തിയ രക്തം നമ്മളെ ഇന്ന് കഴുകുന്നത് കൊണ്ട്, ആ രക്തത്തിൽ കഴുകിയിട്ടാണ് ദൈവം നമുക്ക് തൻ്റെ ആത്മാവിനെ സൗജന്യമായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് നമ്മൾ വില കൊടുക്കണം. നമ്മൾ ലോകത്തിലെ മനുഷ്യ പോലെ ജീവിക്കരുത്. തീരുമാനമെടുക്കണം. മാറ്റങ്ങൾ വരണം, ജീവിതത്തിൽ സംഭവിക്കണം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും മാറ്റം ഉണ്ടാകണം. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവുമായ ബന്ധത്തിൽ മാറ്റം ഉണ്ടാകണം. അവിടെ കലഹങ്ങൾ മാറണം, സ്നേഹമുണ്ടാകണം, ഐക്യമുണ്ടാകണം. മക്കളും മാതാവുമായ ബന്ധത്തിൽ സ്നേഹം, ഐക്യമുണ്ടാകണം. ശത്രുത കുടുംബങ്ങളെ വിട്ടും മാറണം. അത് ക്രിസ്ത്യൻ കുടുംബങ്ങൾ മാറണം, സമാധാനം ഉണ്ടാകണം. അവിടെ പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. അവിടെ ഒരു ശാപവും കടന്നു വരില്ല, അനുഗ്രഹിക്കപ്പെടും. ഒരു കുടുംബം എനിക്കറിയാം, സാമ്പത്തികമായിട്ട് അവരോട് പറഞ്ഞ, ഞങ്ങൾ ജീവിച്ച ചെറ്റപ്പൂരിലാണ് ജീവിച്ചത് ബ്രദറെ, ഒത്തിരി സമ്പത്തുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പൻ വീട് വിട്ടുപോയി, കാണാനില്ല, എല്ലാം നഷ്ടപ്പെട്ട് ചെറ്റപ്പൂരിലാണ് കിടന്നത് വർഷങ്ങൾ. തൃശ്ശൂർ ചൂണ്ടിൽ ധ്യാനം കൂടി, വീണ്ടും ഒന്ന് ധ്യാനം കൂടി, 2-3 ധ്യാനം കൂടി. ആ മനുഷ്യന് ഇന്ന് സ്വന്തമായ നല്ലൊരു ഭവനം, കുറേയേറെ വണ്ടികൾ, സാമ്പത്തികമായിട്ട് ദൈവം വലിയ അനുഗ്രഹം കൊടുത്തു. സ്വന്തമായ ക്രഷറോ എന്തെല്ലാം ബിസിനസ് ഒത്തിരി ഉണ്ട് ഇപ്പോൾ. ഇന്നും മകൻ പറയും, കർത്താവ് തന്നത്, എൻ്റെ മേലുള്ള കെട്ടഴിച്ചു എന്നത് ഇവിടെ ഒന്ന് ധ്യാനം കൂടി അഭിഷേകത്തിന് കിട്ടിയ ഒരു അനുഗ്രഹമാണത്. പിതാക്കന്മാരുടെ പാപത്തിൻ്റെ കെട്ടഴിയുമ്പോൾ മക്കൾ അനുഗ്രഹിക്കപ്പെടും, തലമുറ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ജീവിക്കണം. നമ്മൾ ഭരിക്കുന്ന ശാപങ്ങൾ, രോഗങ്ങൾ, പാരമ്പര്യ രോഗങ്ങൾ, പൈശാചിക പീഡകൾ, ഇതെല്ലാം ഇതിനെല്ലാം നമുക്ക് വിജയം, അധികാരമുണ്ട്. പാമ്പുകളുടെയും തേളുകളുടെയും ചവിട്ടുകളും അധികാരമുണ്ട്. നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കട്ടെ. നമുക്ക് നൽകപ്പെട്ട അഭിഷേകത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ സാത്താനെ തകർക്കുവാൻ, അവൻ്റെ വിജയം വരിക്കുവാൻ പക്ഷേ കന്യാമരം നമ്മളെ സഹായിക്കും. നിരന്തരമായ ജപമാല പ്രാർത്ഥന ഉണ്ടാകട്ടെ കുടുംബങ്ങളിൽ. എനിക്ക് നിരപ്പല്ലാത്ത സ്ഥലങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സ്റ്റെപ്പ് കയറുന്നതിനും ഭയങ്കര പാടാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലത്ത് വെച്ചൊരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. അതിനുശേഷമാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്. അപ്പം ഞാൻ അതിനുശേഷം ഈ സ്പിരിറ്റ് ഇൻ ജീസസിൻ്റെ ഉൾപ്പെടെ 5 ധ്യാനം സ്പിരിറ്റ് ഇൻ ജീസസിൻ്റെയും വേറെ 10 ധ്യാനത്തോളം പലയിടത്തും കൂടിയിട്ടുണ്ട്. ഓരോ ധ്യാനം കഴിഞ്ഞ് വരുമ്പോഴും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനം, എന്തെങ്കിലും സൗഖ്യം ഉണ്ടായോ? അപ്പോൾ എല്ലാവർക്കും ഇത് കഴിഞ്ഞ ധ്യാനങ്ങൾ വരെയും ഒരേ മറുപടിയായി കൊടുത്തുകൊണ്ടിരുന്നത് നോ എന്നുള്ളൊരു ഇതായിരുന്നു. ഇപ്രാവശ്യം ഞാനിവിടെ ധ്യാനം കൂടി. സെക്കൻഡ് ഡേ തന്നെ എനിക്ക് ഒരു ഭയങ്കരമായിട്ടൊരു വ്യത്യാസം അനുഭവപ്പെട്ടു തുടങ്ങി. ഞാൻ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ഇതുവരെയും ഞാൻ നിസ്സാരമായ തെറ്റുകൾ അല്ലെങ്കിൽ കുറ്റങ്ങളെന്നുള്ള കരുതിയിരുന്ന മാരകമായ പാവങ്ങളെപ്പറ്റിയുള്ളൊരു ബോധം, ഒരു പാവബോധം ഉണ്ടാവുകയും ശരിക്കും പശ്ചാത്തപിക്കാൻ സാധിക്കുകയും ചെയ്തു. അതേ തുടർന്ന് നല്ലൊരു കുമ്പസാരം നടത്തുന്നതിനും ഇത്രയും വർഷങ്ങളായി എന്നിൽ കെട്ടപ്പെട്ട് കിടന്നത് പലതും അഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. പിന്നെ ഇവിടുത്തെ ധ്യാനഗുരു എൻ്റെ സഹോദരൻ ടോം ബ്രദർ, ഞാൻ പറയാമായിരുന്നു, പല പ്രവാചകന്മാരെയും ദൈവം ലോകത്തിലേക്ക് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടു, ഇത്രയും അനുഗ്രഹീതനായ ഒരു പ്രവാചകനെ ദൈവം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ടോം ബ്രദറിൻ്റെ സഹോദരനായി ജനിച്ചത് മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പിന്നെ എൻ്റെ കാലിൻ്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞു. ഇപ്പോഴും അങ്ങനെ ഒരു പെട്ടെന്നൊരു വ്യത്യാസം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കരുതുന്നില്ല. എന്നാലും എനിക്ക് പ്രശ്നമില്ല. കാരണം എനിക്ക് കിട്ടിയൊരു ബോധ്യം, പൂർണ്ണ ആരോഗ്യത്തോടി നരകത്തിൽ പോകുന്നതിനെക്കാട്ടിലും നല്ലത് ഒരു മുടന്തനായിട്ടെങ്കിലും സ്വർഗത്തിൽ പോകണമെന്നായിരിക്കാം ദൈവം ആഗ്രഹിക്കുന്നത് എന്നിൽ നിന്നാണ്. അപ്പം അതിനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് സ്വർഗരാജ്യം കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
താങ്ക് യു എല്ലാവർക്കും. ഹല്ലേലൂയ. ഞാൻ ഇവിടെ വരുമ്പോൾ 3 രോഗം ഉണ്ട് എനിക്ക്. അൾസർ എൻ്റെ അപ്പനുണ്ട്, എൻ്റെ എൻ്റെ പെങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ വരുമ്പോൾ ഇറച്ചി, അതായത് കോഴി ഇറച്ചി, കോഴിമുട്ട ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് 2ാമത്തെ ദിവസം, ആദ്യത്തെ ദിവസം വന്നപ്പോൾ എനിക്ക് നല്ല നടുവേദനയായിരുന്നു. നടുവേദന എനിക്കിപ്പോഴും ഡിസ്കിന് 3 കംപ്ലൈൻറ്റാണ്. വയനാട്ടിൽ മക്കിയാടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മാനന്തവാടി ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ നിന്ന് എനിക്ക് നടക്കാമായിരുന്നു, അങ്ങനെ പണികളൊക്കെ എടുക്കരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ പണിയൊക്കെ എടുക്കുമായിരുന്നു. ഇവിടെ വരുന്നിടം വരെ എനിക്ക് ഈ ഒരു 2 മാസമായിട്ട് ഭയങ്കരമായിട്ടുള്ള വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ബാത്റൂമിൽ ഇരിക്കാൻ പോലും പ്രശ്നമായിരുന്നു. ഇപ്പോൾ എനിക്ക് ബാത്റൂമിൽ പോകുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ഒരു എത്രയോ വർഷം കൂടിയിട്ടാണ് മുട്ടയിൽ നിന്നത് പ്രാർത്ഥിക്കുന്നത് ഇവിടെ വന്നിട്ട്. അതേപോലെ തന്നെ എൻ്റെ മോന് ആർമിയിലാണ്, അവന് രാജസ്ഥാനിൽ. അപ്പോൾ ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയ വാഹനാപകടമൊക്കെ ഉണ്ടായി. അങ്ങനെ കാണാനൊക്കെ വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ ചെവിയിൽ അവിടെ നിന്ന് മണലെന്തോ പോയിട്ട് പഴുപ്പൊക്കെ ഇങ്ങനെ ഒലിക്കുമായിരുന്നു. പിന്നെ ആർമീൻ്റെ കണ്ണൂർ ഹോസ്പിറ്റലിൽ കാണിച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞു സർജറി ചെയ്യണം, അങ്ങ് തന്നെ പോകണമെന്ന് പറഞ്ഞു, രാജസ്ഥാനിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഇവിടെ വന്ന് ഒരു ദിവസം ഈ എറണാകുളത്ത് എവിടെയോ നമ്മുടെ ഒരു കൂട്ടായ്മേൻ്റെ ഇതിൽ കൊച്ചു പോയി പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് അവർ സംഭവമായിട്ട് അവർ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, അവൻ്റെ ചെവി പഴയതിനെക്കാട്ടിലും നല്ല കേൾവിയുണ്ടെന്ന്. എൻ്റെ മോനിപ്പോൾ രാജസ്ഥാനിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഇടവപ്പള്ളി കുഞ്ഞോ ഇടവപ്പള്ളിയാണ്. ഞാൻ അവിടെ എല്ലാവരോടും പറയും എനിക്ക് പോയി സൗഖ്യം കിട്ടി, എല്ലാവരും ഇതിൻ്റെ പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് തന്നെ ഞാൻ പറയും. ഇപ്പോൾ ആരെതിർത്താലും ഞാൻ പറയും. പിന്നെ എനിക്ക് ഈ രോഗങ്ങളുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചോറ് തിന്നുമ്പോൾ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്തിരിക്കില്ല, ഞാനൊരു സൈഡിൽ മാറിയിരിക്കും. എന്താ വെച്ചാൽ എനിക്ക് തുമ്മലാണ്. ഞാനിവിടുന്ന് വന്ന് 2ാമത്തെ ദിവസം പോലും ഞാൻ തുമ്മിയിട്ടുമില്ല, ചോറുണ്ണുമ്പോൾ എനിക്കൊരു പ്രശ്നവും ഇല്ല. അതേപോലെ തന്നെ എൻ്റെ പാരമ്പര്യമായിട്ടുള്ള അൾസറിൽ എൻ്റെ അൾസർ കംപ്ലീറ്റ് മാറി.